നീ അറിഞ്ഞായിരുന്ന? അറിഞ്ഞില്ല. എന്തറിഞ്ഞില്ലെന്ന്? പിന്നെ കാര്യം പറയാതെ അറിഞ്ഞോന്ന് ചോദിച്ചാ പിന്നെ ഞാൻ എന്താ പറയുന്നത്? അത് പറയട്ടെ. എന്നാ പറ. നമ്മുടെ ബാദുഷയില്ലേ, ബാദുഷ നമ്മുടെ വിദ്യാദീപം സ്കൂള് വാങ്ങിച്ചു. ആ പൂട്ടിക്കിടന്ന സ്കൂളോ? അയാൾക്ക് എന്തിനാ സ്കൂള്? ബുദ്ധിയുള്ള ബിസിനസ്സുകാരന്മാരെ അങ്ങനെയാണ്, ആർക്കും വേണ്ടാതെ വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് അതൊക്കെ വാങ്ങിച്ചിടും. എന്നിട്ട് കുറച്ചു കാലം കഴിയുമ്പോഴേക്കും കത്തി ഫീസും ഡൊണേഷനും മേടിച്ചിട്ട് പിള്ളേരെ പഠിപ്പിക്കും. അയ്യോ, ബാദുഷ അങ്ങനെയും ചെയ്യൂല. സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന ഫീസൊക്കെ അയാൾ മേടിക്കും. ആണോ? എന്നാ നമുക്കൊരു കാര്യം ചെയ്താലോ, നമ്മുടെ 3 പിള്ളേരെ അവിടെ വിട്ട് ഫ്രീ ആയിട്ട് പഠിപ്പിച്ചാലോ? കൊള്ളാലേ? സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന ഫീസ് എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുമെന്നല്ല പറഞ്ഞത്. അതിന് നിങ്ങൾ സാധാരണക്കാരനല്ലല്ലോ, ബാദുഷയുടെ 5ാം ക്ലാസ്സിലെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ബാദുഷ എൻ്റെ 3 പിള്ളേർ, ഞാൻ എൻ്റെ 3 പിള്ളേരെ അങ്ങോട്ട് താങ്ങി പിടിച്ചോണ്ട് ചെല്ലാം. എന്നിട്ട് എൻ്റെ ബാദുഷ എൻ്റെ 3 പിള്ളേരെ ഒന്ന് ഫ്രീ ആയിട്ട് പഠിപ്പിച്ച് തരുമെന്ന്, ഓസിന് പഠിപ്പിച്ച് തരുമെന്ന് ചോദിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടുന്ന് ഓസിന് എല്ലാവരും കൂടെ, അച്ഛനും മാളികനും നിങ്ങളും എല്ലാവരും കൂടെ പോയിട്ട് ഓസിന് കള്ളു കുടിച്ചപ്പോ ഈ നാണക്കടൊന്നും ഇല്ലായിരുന്നോ? അച്ഛനും വളി, ഞാൻ നിന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞു, സന്തോഷത്തിന്റെ പുറത്ത് കുടിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ കുടിച്ചു പോയതാണ്. അച്ഛനും വളിയനും പോയത് ഓസിന്. സന്തോഷത്തിന്റെ പുറത്ത് കള്ളു കുടിക്കാങ്കിലേ സന്തോഷത്തിന്റെ പുറത്ത് പിള്ളേരെ പഠിപ്പിക്കാം. അവിടെ 10ാം ക്ലാസ് വരെയാണോ +2 വരെയാണോ? +2. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് അവരെ 3 പേരെയും +2 വരെ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാല് പിന്നെ ഇവർ ആരെങ്കിലും പാസ്സായി കഴിഞ്ഞാൽ ബാക്കി ചെലവ് നോക്കിയാൽ മതിയല്ലോ. എന്തോരം പൈസ ലാഭിക്കാം. ഈ ബുദ്ധിയൊക്കെ എവിടെ നിന്ന് വരണേ? ചുമ്മാ അല്ലെങ്കിലും കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ ഒന്നും തലയിൽ കയറിയല്ല. കാര്യം പറയണ്ട, ഇങ്ങനെയാണോ കാര്യം പറയണേ? ഒരാള് അയാളുടെ ബിസിനസിന്റെ ഭാഗമായിട്ട് ഒരു സ്കൂളൊക്കെ തുടങ്ങുന്ന പറയുമ്പോഴത്തേക്ക് അവിടെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ വേണ്ടിട്ട് ഈ ബന്ധങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം വേണ്ടേ? ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യമുള്ള പ്രയോജനങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഈ പ്രയോജനമല്ല, പിന്നെ കുടുംബത്തിന് പ്രയോജനം. അങ്ങനെ ഇതില് വേണ്ട കേട്ടോ. അങ്ങനെ അതെ, നമ്മുടെ മുത്തമ്മന്റെ പഴയ ഫ്രണ്ടില്ലേ ബാദുഷ, മറ്റേ അച്ഛനായിരുന്നു കുടിക്കുന്നത്. അച്ഛനാരാ? അത് നിർത്ത്, പറയുന്ന കേക്ക. അവന് വിദ്യാദീപം എന്ന് പറഞ്ഞ സ്കൂള് മേടിച്ചെന്ന്. പുള്ളി രണ്ടും കൽപ്പിച്ചാണോ? ഞാനൊക്കെ വല്ല ഹോട്ടൽ കാണാൻ തുടങ്ങി എന്ത് എളുപ്പമായിരുന്നില്ലേ? വല്ലപ്പോഴും പോയി കുഴിമതി ഇങ്ങനെ അടിച്ചും കുടി. പിന്നെ ഹോട്ടല് അങ്ങനെ വല്ല ബ്യൂട്ടി പാർലറോ തുണിക്കടയോ തുടങ്ങിയിരുന്ന എനിക്ക് ഇടയ്ക്ക് പോയി ഒന്ന് ഒരുങ്ങായിരുന്നു. അയ്യടാ, അച്ഛന്റെ മക്കള് തന്നെ. അവിടെ എന്റെ മക്കളെ വളരെ പ്രാക്ടിക്കൽ ആയിട്ടാ കാര്യങ്ങളെ കാണുന്നത് കേട്ടോ. അങ്ങോട്ട് പറഞ്ഞു കൊടച്ചാ അങ്ങോട്ട്. ഈ പ്രാക്ടിക്കൽ ആയിട്ട് അയച്ചപ്പോ എനിക്ക് വേറൊരു ഐഡിയ. എന്താ? ആ ബാദുഷയോട് പറഞ്ഞ് സുമേഷിനോട് ഒരു ജോലി വാങ്ങിച്ചു കൊടുത്താലോ? അച്ഛാ എന്തോന്ന് അച്ഛാ, എനിക്ക് ജോലിക്കാൻ താല്പര്യം അച്ഛൻ അറിയാലോ അച്ഛാ. അത് മാത്രല്ല, സ്കൂളിൽ ഇവൻ ആര് ജോലി കൊടുക്കാനാ? ഇവന് വല്ല ബസ്സിലെ കിളിയായിട്ട്, അതായിരിക്കും കറക്റ്റ്. ഒന്ന് ബോഡി, അവന് പിയൂണിന്റെ ജോലി കിട്ടത്തില്ലേ? ചുമ്മാ ഇരിക്കേ, ഞാൻ പറഞ്ഞേക്ക്. നമ്മുടെ ബാദുഷയുടെ സ്കൂളല്ലേ, ഇവന്റെ യോഗ്യത അനുസരിച്ചുള്ള എന്തെങ്കിലും ഒരു ജോലി അയാളെ അവിടെ കൊടുക്കാതിരിക്കില്ല. ഇനി മേല ഞാൻ ഇവിടെ ജോലിക്ക് പോകുന്ന കാര്യമല്ല ഇവിടെ ആരെങ്കിലും പറഞ്ഞാലാ. ഞാൻ ഇരിക്കുന്ന ചായ ഉണ്ടല്ലോ നിന്റെ മൂത്രത്ത് ഒഴിക്കും. ആര് പറഞ്ഞാലും എനിക്ക് ജോലിക്ക് പോകാൻ താല്പര്യം ഇവിടെ എല്ലാവർക്കും അറിയാലേ. അതുകൊണ്ട് കിടന്ന് എന്റെ ജോലിക്കോ സുമേഷ് എന്ന് ആരും പറയേണ്ട കാര്യമില്ല, മനസ്സിലായോ? എന്തോ യോഗ്യത ഉണ്ട്, നിനക്കെന്തോ യോഗ്യത ഉണ്ട് ജോലിക്ക് പോകാൻ താല്പര്യം. നീയേ ഈ വൃത്തിയായിട്ട് കിടക്കുന്ന സ്ഥലം വീണ്ടും വൃത്തിയാക്കാനും നോക്കണ്ട. നേരത്തെ പറഞ്ഞത് നടക്കൂല. എന്ത് നടക്കൂലെന്ന്? നടക്കട്ടെ. അതെ, പെട്ടെന്ന് അങ്ങനെ ചെന്ന് പറയൊന്നും വേണ്ട. എന്ത്? അല്ല, ബാദുഷയുടെ സ്കൂളിൽ പിള്ളേരെ ചേർക്കുന്ന കാര്യമേ അങ്ങനെ പെട്ടെന്ന് ചെന്ന് പറയൊന്നും വേണ്ട. ആദ്യം ഒരാളെയും കൊണ്ട് ചെല്ലണം, എന്നിട്ട് നമ്മുടെ ഇവിടുത്തെ അവസ്ഥകളൊക്കെ പറയണം. നിങ്ങൾ ഒരാളുടെ ശമ്പളത്തിൽ നിന്നാണ് ഈ വീട്ടിൽ എല്ലാവരുടെയും ചെലവ് നടക്കുന്നത്, ചിട്ടി പാട്ട മരുന്നും ഒക്കെ അതിലാണ് പോകുന്നത് എന്നൊക്കെ അങ്ങ് പറയണം. എന്നിട്ട് ഒരാളെ ചേർക്കുന്ന കാര്യം സൂചിപ്പിക്കണം, എന്നിട്ട് ചേർക്കണം. പിന്നെ ഒരു 1.5 ആഴ്ച കഴിഞ്ഞിട്ട് അടുത്ത ആളെ കൊണ്ട് ചെല്ലണം. അങ്ങനെ ചെയ്താൽ മതി. കൊള്ളാല്ലേ? അതെ, അത്രയ്ക്ക് ദണ്ണമാണെങ്കിൽ ഗവൺമെന്റ് സ്കൂളിൽ ചേർത്താ പോരെ പിള്ളേരെ? അല്ല, ഗവൺമെന്റ് സ്കൂളിൽ അവർക്ക് ഫ്രീ ആയിട്ടാ പഠിപ്പിക്കുന്നതെന്നൊരു തോന്നലാ. അപ്പം നല്ലോണം പിള്ളേരെ ശ്രദ്ധിക്കൂല. അപ്പോൾ പ്രൈവറ്റ് സ്കൂളിൽ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാം. ഗവൺമെന്റ് സ്കൂളിലെ നല്ല അന്തസ്സായിട്ട് തന്നെയാണ് പിള്ളേരെ പഠിപ്പിക്കണേ. ഇത് ഈ പഠിപ്പിക്കുന്നതിന്റെ മാത്രമല്ല. അല്ല, ഞാനും പഠിച്ചത് അവിടെ. ഞാനും അവിടെ തന്നെയാണ് പഠിച്ചത്. പക്ഷേ ഈ നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ ആൾക്കാരും പ്രൈവറ്റ് സ്കൂളിലല്ലേ പിള്ളേരെ പഠിപ്പിക്കുന്നേ. നമ്മൾ മാത്രം എങ്ങനെ ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കും? എന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മോളെ, നന്നായിരിക്കട്ടെ. എന്നാ പിള്ളേരുടെ കാര്യം വിട. എനിക്ക് അവിടെ ഒരു ജോലി ശരിയാക്കി നടക്കണം. അതാവുമ്പോ ഓസനല്ലല്ലോ, ഞാൻ ചെയ്യുന്ന ജോലിക്കുള്ള ശമ്പളം തന്നാ പോരെ. നിനക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ അത് ഓസ് തന്നെ. പിന്നെ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത എന്തോ ആൾക്കാർ ഇവിടെ മന്ത്രിമാർ വരെ ആവുന്നു. പിന്നെ
നീ ഉദ്ദേശിക്കുന്ന ജോലി എന്താണ്? ഡ്രോയിങ് ടീച്ചർ. അയ്യോ, ഇവിടെ ഒരു ഉടുപ്പ് വരച്ചപ്പോ തന്നെ വവ്വാലിനെ പോലെ ഇരിക്കണമെന്നല്ല എല്ലാരും പറഞ്ഞേ. പക്ഷെ ഞാൻ സുമേഷിനെ വരച്ചപ്പോ കറക്റ്റ് അല്ലായിരുന്നോ? അതെന്ത് വരച്ച് തെറ്റിയിരുന്നാലും അവനെ പോലെ ഇരിക്കുള്ളൂ. നീ നിന്റെ പണി നോക്ക്, പോ ചെല്ല്. അഴിമതി കാണിച്ചിട്ട് ഡ്രോയിങ് ടീച്ചർ ആവാൻ വേണ്ടി നടക്കണ. പിള്ളേരെ പഠിപ്പിക്കാനുള്ള വരെയൊക്കെ എനിക്കറിയാം. അതൊന്നും ശരിയാവില്ല, നീ പോവാണ്. അല്പം ഞാൻ ഈ ആനയെ കൊല്ലുമെന്നാണ്. ആളിനെ കൊല്ലുന്നല്ലേ? ആനയെ കൊല്ലുന്ന ഒരാൾക്കാണ് ആളെ കൊല്ലാനായിട്ട് പാട്. അത് നീ ആലോചിക്കാന്നും വേണ്ട, എനിക്ക് തെറ്റിപ്പോയതാണ്. എന്ത് ഉത്തണ്ടത് ഇത്? നോക്ക് നോക്ക്, ഞാൻ നിങ്ങളുടെ ഒരേ ഒരു ഭാര്യയല്ലേ. എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്, നിങ്ങൾ ബാദുഷയോടൊന്ന് സൂചിപ്പിക്കാം. അയാൾ പറ്റൂല എന്ന് പറഞ്ഞാൽ പിന്നെ പോട്ടെ, വിട്ടേരെ. പക്ഷെ പറയാലോ. ഞാൻ ആലോചിക്കട്ടെ. മതി, ആലോചിച്ചാ മതി. ചക്കര കുത്തോണ്ട് മതി. ചെല്ല് ചെല്ല്. നീ ഒരു പണിക്ക് പോയേ പറ്റൂ. നിനക്കൊരു പണി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, അത് നീ ചെയ്തേ പറ്റൂ. പിന്നെ നിങ്ങൾ എന്തിനാ അച്ഛൻ എന്റെ മനസ്സിങ്ങനെ വേദനിപ്പിക്കുന്നേ? എടാ എന്ത് പണിയാന്ന് നീ ആദ്യം കേക്ക്. എന്ത് പണി? PT സാർ. അത് കൊള്ളാട്ടോ, ചിറ്റപ്പന് പറ്റിയ പണിയാ. ഈ പറഞ്ഞ സ്കൂള് +2 ആണോ അല്ല 10ആണോ +2 ആണോ? എന്തോ 10ആണോ +2 ആണോ? +2 +2 ആണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം മാനിച്ച് ഞാനൊന്ന് ശ്രമിക്കാം. എന്റെ പൊന്നപ്പൂവിന്റെ കാര്യം മനസ്സിലായില്ല. +2 ചേച്ചിമാരെ വായി നോക്കാനാ. വൃത്തികെട്ടവൻ. അത് തന്നെ കാര്യം. നീ ഒന്ന് പോടി. എനിക്ക് പണ്ടേ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയമായിരുന്നു PT. അതുകൊണ്ട് എല്ലാ പീരീഡ് PT പീരീഡ് ആവാൻ വേണ്ടി ഞാൻ അമ്പലത്തിൽ പൈസ ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അതെന്തായാലും നന്നായി. അന്ന് നിന്റെ പ്രാർത്ഥന കേട്ടില്ലെങ്കിൽ ഇപ്പം നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല. അതുകൊണ്ട് എന്റെ മക്കൾ ഇത് 2 കൈ നീട്ടി അങ്ങോട്ട് സ്വീകരിക്കണം കേട്ടോ. അതെ, ഞങ്ങളെ ആ സ്കൂളിൽ ചേർക്കാന്ന് അമ്മ പറഞ്ഞത്. അപ്പൊ ചിറ്റപ്പൻ ഞങ്ങളുടെ PT സാർ ആവൂ. മിക്കവാറും ആയ നിങ്ങളുടെയൊക്കെ ഭാഗ്യം. അച്ഛാ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ ഇവനെ PT സാർ ആക്കുന്നത്. ഇവൻ ഈ തുള്ളി കളിക്കുന്നതാ നല്ലതെന്നാ എനിക്ക് തോന്നുന്നേ. കണ്ട എന്തോ ഒരു കുഴപ്പമില്ലേ? നീ നാറ്റിക്കോടെ. വിളിച്ചോ? ബാദുഷ വിളിച്ചോ? കുറച്ച് സ്വത്ത് അത് തരുമോ? ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാന്ന്. നോക്ക്, ഞാൻ പ്രാക്ടീസ് ഒക്കെ ചെയ്തു. എനിക്ക് ഇങ്ങനെ ഡ്രോയിങ് പഠിപ്പിക്കാൻ വന്നിട്ടേ. ഇവന്റെ ദൈവം, ഇവന്റെ ഏത് സമയത്ത് തോന്നിയെന്തോ സ്കൂൾ വാങ്ങിക്കാൻ വേണ്ടിട്ട്. വല്ല മൃഗാശുപത്രി എങ്ങനെയായിരുന്നു ഞാൻ രക്ഷപ്പെട്ടു പോയാൽ. അത് നമുക്ക് പിന്നെ പറഞ്ഞ് റെഡിയാക്കാം. ഇപ്പൊ സ്കൂൾ തുടങ്ങട്ടെ, എന്നല്ല എന്റെ കാര്യത്തൊന്നും ശരിയാവൂല്ലോ. എടി ഞാൻ വിളിച്ചിരുന്നു, എന്നിട്ട് അവ അങ്ങും പോയി വന്നിരിക്കുകയല്ലേ. ഇപ്പൊ ആഫ്രിക്കയിലായിരിക്കും. വരട്ടെ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എന്നാ ഞാൻ അതുവരെ പ്രാക്ടീസ് ചെയ്യാം അല്ലേ? മുറ്റത്തുനിന്നാണോ? വരുന്നു. എന്താടാ എന്തോന്ന്? ചേട്ടാ അവൻ PT സാർ ആവാനുള്ള പരിശീലനത്തിലാ. PT സാറോ? ഓ, ബാദുഷാന്റെ സ്കൂളിലെ പുതിയ PT സാർ. ബാദുഷയുടെ സ്കൂളിലെ PT സാറാ? ആരാക്കിയത് നിന്നെ? അതിനിപ്പോ ആരെങ്കിലും ആക്കണോ അവിടെ? നീ പിന്നെ തടി കയറിയായ? ചേട്ടാ ചുമ്മാ ചലിക്കാതെ പോയേട്ടാ, അതൊക്കെ അച്ഛൻ റെഡി ആയിക്കോളൂ. അച്ഛനാ? അച്ഛൻ പറഞ്ഞ ബാദുഷാനെ കേൾക്കാതിരിക്കാൻ പറ്റില്ലെന്നാ പറഞ്ഞേ. എടാ ഇറക്ക, അതൊന്നും നടക്കൂല കേട്ടാ. എല്ലാ കുടുംബക്കാരെല്ലാരും കൂടെ അവിടെ ജോലി വേണമെന്ന് വിചാരിച്ചെന്നാ അവൻ തോന്നിയ വിചാരിക്കും. കുടുംബക്കാരെല്ലാം കൂടെ? ആര്? ഞാൻ പോന്നു. എന്തിന്? ഡ്രോയിങ് ടീച്ചറായിട്ട്. എന്റെ പൊന്നി ഇടത്തി അവിടെ വരയ്ക്കറിയുന്ന ഒരുപാട് പിള്ളേരുണ്ട്. നിങ്ങൾ പോയി അവരോട് തെറ്റിക്കേണ്ട കാര്യമൊന്നുമില്ല. പറ്റുന്ന പഠിക്കാനാണോ പോകാൻ നോക്ക്. എടാ ചുമ്മാ ഇരിയടാ സുമേ. നാത്തൂനെ നീ അങ്ങനെ കുറച്ച് കാണല്ലേ? നാത്തൊന്നുമല്ലോ, അടിപൊളിയായിട്ട് ബബ്ബാലിനെ വരയ്ക്കും. ആശയാണ് ഇങ്ങനെ ഒരു ആഗ്രഹം ആദ്യം പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ആശയുടെ കാര്യം മാത്രമേ അവിടെ പോയിട്ട് ബാദുഷ അടുത്തൊക്കെ പറയാനായിട്ട് പറ്റൂ. അതിന് ചേട്ടൻ പറയണമെന്ന് ആര് പറഞ്ഞ്? അത് അച്ഛൻ പറഞ്ഞോളൂ. അച്ഛനും ബാദുഷയും തമ്മിൽ എന്തോന്ന് ബന്ധം? ചേട്ടൻ കണക്കുള്ള അതേ ബന്ധം, ഓസി ബന്ധം. ഓസി. നീ ഇതിന് പിന്മാറിയേ പറ്റൂ. ഞാനത് ആശിച്ചു പോയതാടാ. ഞാനും കുറെ ആശിച്ചു പോയതാടാ. എനിക്ക് വേണ്ടി അവിടെ കുറെ +2 പിള്ളേർ കാത്തിരിപ്പുണ്ട്. ചിറ്റപ്പൻ വരണ്ട, അമ്മ വന്നാ മതി. എടി നിന്റെ താല്പര്യം അഭിപ്രായം ചോദിച്ചോ? ചിറ്റപ്പൻ ചോദിച്ചില്ലെങ്കിൽ ഞങ്ങൾ പറയും. അമ്മ മക്കളോടെ പറഞ്ഞോണ്ടിരിക്കത്തേ ഉള്ളൂ. സുമേഷ് PT സാർ ആവുമെന്ന് പറഞ്ഞാൽ ആയിരിക്കും. ആഹാ, അങ്ങനെയാണോ? എന്നാ നീ എന്റെ മക്കളെ വെച്ച് അങ്ങനെ PT പഠിപ്പിക്കണ്ട. പിള്ളേരെ കയറിപ്പോ, കയറിപ്പൊടി. എന്ത് കാണാൻ നിൽക്കുന്ന? വാ ചെല്ല് ചെല്ല്. ഓ ഓ ഓ, അങ്ങനെ ചാടി ചാടി പോ. അതേ നടക്കൂ. ചാടി ചാടി പോയി. മാമൻ എന്ത് കാണും? നീങ്കിലും പാടി. അയ്യോ എനിക്ക് പറ്റത്തില്ല, എനിക്ക് തലവേദന.
ഞാൻ ഇവനെ ഡൊണേറ്റ് ചെയ്യാം. കണ്ണാ. മോനെ, കണ്ണാ, മാമന് ഇത് ചെയ്തു കൊടുക്ക്. മാമന്റെ കൂടെ വാ കളി. വാ, One. നീ കളിക്ക്. ആ കണ്ണാ, എന്റെ കുഞ്ഞ് നിക്കോടാ. നോക്ക്. ചേട്ടാ ചേട്ടാ ഞാൻ ശരിക്കും സോമനായല്ലേ. ഇതാ അമ്പലത്തിട്ടോ PT സാർ അവൻ. തകടി നല്ല രസമുണ്ടല്ലേ? ആ കൊള്ളാം. അത് ഒരുമാരെ കളിയാക്കണമല്ലേ? നിങ്ങൾ ഇവരെ ഡെയിലി 150 പട്ടിയുടെ പടം കാണിച്ചിട്ട് കൊള്ളാവോ എന്ന് വെച്ചാൽ ഞാൻ പിന്നെ എന്ത് പറയുന്നത്? എനിക്ക് നീയല്ലേ ഉള്ളു കാണിക്കാൻ വേണ്ടി. അത് കറക്റ്റാ, നീ കാണിച്ചോ, കുഴപ്പമില്ല. അത് പറഞ്ഞപ്പോഴാണ് ഇന്നലെ ഒരു പെണ്ണും പിള്ള ഒരു പഗ്ഗിനെയും കൊണ്ട് ക്ലിനിക്ക് വന്നിരുന്നു. ഒരു കീഴ്ക്കിഴക്ക് പറഞ്ഞിടത്ത ഒരു സ്ത്രീ. പിന്നെ പട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഗൾഫിലിരിക്കണ ഭർത്താവിനെ വിളിച്ച് ചോദിക്കേണ്ടി വന്നു. പട്ടി വളർത്തുന്നത് പറയുന്ന ഒരു കലയാണ്, അത് ഇവളുമാരൊന്നും കൂട്ടിയാൽ കൂടൂല. ഇവളുമാരോ? ആ ഒരു സ്ത്രീക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് എന്തിനാ മൊത്തം സ്ത്രീകളെ ആക്ഷേപിക്കുന്നത്? ഓ, ഉടനെ അതിനെ പിടിച്ച് തൂങ്ങി. ആ, അതിൽ കയറി പിടിക്കും. അതെ, കുട്ടിയെ വളർത്താൻ അറിയാമെങ്കിൽ പട്ടിയെ വളർത്താനും പെണ്ണുങ്ങൾക്ക് അറിയാം. കുട്ടിയെ വളർത്തുന്നതല്ല അല്ല പട്ടി വളർത്തണേ. ഒരു കുട്ടിയെ എടുത്തേ ഒരു കിഴക്ക് കൊടുത്തിട്ട് പോയി പല്ലിയാടാ എന്ന് പറഞ്ഞാൽ അവൻ പോയി പല്ല് കഴിക്കും. അതുപോലെ അല്ല പട്ടി, എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ നോക്കണം. അപ്പൊ ഈ കൈക്കുഞ്ഞായിരിക്കുമ്പോഴോ? അപ്പൊ തേക്കാൻ പല്ലില്ലല്ലോ. നിങ്ങൾക്ക് ഈ പല്ല് തേപ്പിന്റെ കാര്യം മാത്രം അറിയത്തുള്ളൂ. അല്ലെങ്കിൽ എങ്ങനെ പിള്ളേർ ചെറുതായിരിക്കുമ്പോൾ അവർ എന്തെങ്കിലും കാര്യം തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? എങ്ങനെ? പിള്ളേർ ചെറുതായിരിക്കുമ്പോൾ അവർ എന്തെങ്കിലും കാര്യം തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? വേണ്ടാതിനും പറയില്ല കേട്ടാ. എൻ്റെ 3 പിള്ളേർ ഇവിടെ കിടന്നു വളർന്നേ. നെഞ്ചത്തിട്ട് പാട്ട് പാടിയാൽ മാത്രമേ പിള്ളേർ വളരൂല. ഓ, നിങ്ങൾ തന്നെ വലിയ ആൾക്കാർ. കുട്ടികളെ നോക്കാനും പട്ടിയെ നോക്കാനും നിങ്ങൾ തന്നെ ബെസ്റ്റ്. ഞങ്ങൾ തന്നെ ബെസ്റ്റ്. അതൊന്ന് സമ്മതിച്ചാൽ എന്താ അത്ര വലിയ ബുദ്ധിമുട്ട്? നീ പുറത്തിറങ്ങിയിട്ടേ പൂവൻ കോഴിക്കാണോ പെടക്കോഴിക്കാണോ സൗന്ദര്യം കൂടുതലെന്ന് പോയി അന്വേഷിച്ച് നോക്ക്. അയ്യ, അതെ, ഈ മുട്ടയിട്ട് അടയിരുന്ന് പിള്ളേരെയൊക്കെ വിരിയിച്ച് ഈ കാക്കൻ മരുന്ന് കൊണ്ടുപോകാൻ നോക്കുന്നത് പൂവൻകോഴി അല്ല. ആണുങ്ങളെ ഒരു പുച്ഛം. ഞാൻ പോവാ. ഞങ്ങൾ ആണുങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് ഞങ്ങൾക്ക് അറിയാവൂ. ആ, ഈ പൂവൻകോഴികളുടെ കഷ്ടപ്പാടൊക്കെ നമുക്ക് അറിയാവേ. ചേട്ടാ എന്തോ തല്ലിപ്പൊട്ടിക്കുന്നേ? ഇതെന്തുവാ? ഉറുമ്പിനും ഇതെന്താ ഇത്? ഇതെന്തോന്ന്? ആ, മുടിയല്ലേ ഇങ്ങനെ നേരെ? ഹോസ്റ്റലിന്റെ അടുത്ത് കത്തി വയ്ക്കുന്നതല്ലേ ഇങ്ങ് തന്നേരെന്ന്. ഞാൻ കഴിച്ചോണ്ടിരിക്കുന്ന ഭക്ഷണത്തിലാണ് ഇത് കിടന്നത്. എന്തൊത്തുവാണ് ഇത്? 5-6 പെണ്ണുങ്ങളുള്ള വീടല്ലേ, ചിലപ്പോൾ ഒരു മുടിയൊക്കെ കിടന്നിരിക്കും. അതങ്ങ് എടുത്ത് കളഞ്ഞാ പോരെ? എന്തോന്ന് ചേട്ടത്തി മുടി ഒഴിക്കാനുള്ള അവസ്ഥ ചേട്ടത്തിക്ക് അറിയാമോ? അത് വിഴുങ്ങാൻ ഞാൻ പറഞ്ഞു, അതെല്ലാം എടുത്ത് കളയാൻ പറഞ്ഞേ. അല്ലെ തന്നെ അമ്മയ്ക്ക് ഇടയായിട്ട് നല്ലോണം മുടി കൊഴിയുന്നുണ്ട്. പ്രായമായതല്ലേ, നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? ആ, എനിക്കത് അപ്പോഴേ തോന്നി ഇത് ലളിതയുടെ മുടി തന്നെ ആയിരിക്കുമെന്ന്. നിങ്ങൾ വൃത്തിയായിട്ട് പറയരുത് കേട്ടോ, എന്റെ തലമുടി ഒന്നും പൊഴിയുന്നില്ല, ഇവിടെ ആയിരിക്കും അത്. എന്റെ ചുരുണ്ട മുടിയല്ലേ, അത് കിട്ടി നീണ്ട മുടിയാ. അത് എന്റെ പങ്ക് നീണ്ടതായിരിക്കും. എന്തായാലും എന്റെ മുടിയല്ല. ഓ, അതിവിടെ എല്ലാവർക്കും അറിയാം. അടുക്കളയുടെ സൈഡിലെങ്കിലും പോയാലല്ലേ ഉപ്പുവിനകത്ത് മുടി വീഴത്തുള്ളൂ. എന്തായാലും ഇതിപ്പോ ആരുടെ അന്ന് തർക്കിക്കേണ്ട കാര്യമില്ല. അത് കിട്ടാനുള്ളത് കിട്ടി, അതും കളയ്. കളയാൻ അങ്ങനെ വിടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എന്ത് ഇനി ചെയ്യാ? ഇത് ഇങ്ങനെ ഉണ്ടാവണ്ടല്ലോ. എന്റെ അറിയും കേട്ടോ കാര്യം ഞാൻ പറഞ്ഞേക്കാം. അല്ല, എന്തറിയൂന്ന്? എന്ത്? ഒരു അബദ്ധം പറ്റി, അതെടുത്ത് മാറ്റി വെക്ക്. ഇനി എന്താ നിങ്ങളിപ്പോ അറിയിക്കാൻ പോകുന്നത്? ചേട്ടാ കഴിക്കേട്ടാ. അല്ലെങ്കിൽ 3 നേരം കൈ ആയിട്ട് വന്ന് ചുമ്മാ തിന്നിട്ട് പോകുന്നതല്ലേ, അപ്പൊ വല്ലപ്പോഴും ഇതൊക്കെ സഹിക്കാം. 3 നേരം വന്നിരുന്ന് ഞണ്ടിട്ട് പോകണമെന്നല്ലേ നീ ഉദ്ദേശിച്ചാൽ? ഇതൊണ്ടാക്കാളെ നിന്റെ അച്ഛൻ കൊണ്ടുവരണം. റവ എനിക്ക് വേണ്ടി മാത്രമാണോ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? ഇത് എന്നെ കൊണ്ട് ഉണ്ടാക്കിച്ചിട്ട് നിങ്ങൾക്കും പിള്ളേർക്കും എല്ലാവർക്കും വേണ്ടി തിന്നാൻ വേണ്ടി തന്നെയല്ലേ കൊണ്ടുവരുന്നത്? ഓ മതി, നിർത്ത്. ഇതാ ഞാൻ കല്യാണം കഴിക്കാത്ത. ഒന്ന് മതിയാക്കടാ. അല്ല, ഇതിന്ന് രാവിലെ തുടങ്ങിയതാ. പെണ്ണുങ്ങൾക്ക് പട്ടിയെ വളർത്താൻ അറിയത്തില്ല, പെണ്ണുങ്ങൾക്ക് കുട്ടിയെ വളർത്താൻ അറിയത്തില്ല. നമ്മൾ ചെയ്യുന്നതിനൊന്നും ഒരു വിലയില്ലല്ലോ. പെണ്ണുങ്ങൾക്ക് പട്ടിയെ വളർത്താൻ അറിഞ്ഞൂടാ. ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല. എടി, എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം. വരവ് കണ്ടപ്പോ തോന്നി. എന്താ? എടി ഭയങ്കര എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നടി. അതിന് അവളുമാരും ഈ കൂട്ടുകുടുംബം കണ്ടില്ല, അതിനും കൂടി കെട്ടിയെടുക്കുവാന്ന്. ആ വരാൻ പറ, നല്ല വിശദമായി കണ്ടിട്ട് പോകാൻ പറയും. എടി, ഇറാഖും പോലെ കിടക്കുന്നിടത്ത് ഇവിടെ അവളുമാരെ വിളിച്ചോണ്ട് വന്നാൽ എനിക്ക് നാണക്കെടി. അവളുമാരോ? പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഗേൾ ഫ്രണ്ട്സ് ആണെന്ന് എനിക്ക് അറിയത്തില്ലേ? എടി എങ്ങനെ സാധിച്ചടാ? നീ നല്ല മനുഷ്യനായിട്ട് അഭിനയിച്ചോ? ആ, പിന്നെ അല്ലാതെ ഞാൻ നല്ലവനായിട്ട് അഭിനയിച്ച്. അടിപൊളി. പക്ഷേ എന്താ പ്രശ്നം? എന്താ അവളുമാര് ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളൂ. എടാ വരാൻ പറയടാ, അതിനെന്താ പ്രശ്നം? നീ ചേട്ടൻ്റെ അടുത്തും അമ്മയടുത്തും പറഞ്ഞു റെഡിയാക്കാൻ പറ്റുമോ? ഓ, അടി നടക്കുകയാണല്ലേ? ഒരു രക്ഷയില്ല മോനെ, അവർ രണ്ടുപേരും നല്ല ദേഷ്യത്തിലാണ്. ഞാനിപ്പോൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നാത്തും പറയും ഞാൻ ആണുങ്ങളുടെ ഭാഗത്താണ്, എന്നെ കൊണ്ട് വരത്തില്ല. നിനക്ക് വേണേ നീ ചെന്ന് പറഞ്ഞു. എടി, എൻ്റെ പേര് തുരുമ്പെന്ന്, അല്ലാതെ ഒത്തുതീർപ്പ് സുമേഷ് എന്നല്ല. അത് ഞാൻ മറന്നുപോയി, നിനക്ക് കുത്തിതീർപ്പ് ഉണ്ടാക്കാൻ മാത്രമേ അറിയുള്ളൂ എന്ന്. അതാണ് മെയിൻ പ്രശ്നം. ഏത് നേരത്താണോ ആ മുടിക്ക് ഒന്ന് ഉപ്പുമാവ് വീഴാൻ തോന്നിയത്? എടാ നീ അവരെ വിളിച്ചിട്ട് പറ, ഇപ്പൊ ഇവിടെ കുറച്ച് അസൗകര്യം ഉണ്ട്, നാളെ എങ്ങാനും വരാൻ പറ. പ്രശ്നം അത് ഞാൻ പറഞ്ഞ് ഇവിടെ കൺസ്ട്രക്ഷൻ വർക്ക് കിടക്കും മൊത്തം പൊടിയാന്നൊക്കെ. ആ പിന്നെന്താ പ്രശ്നം? എടി ഭയങ്കര ഞാൻ അവരുടെ ഇടയ്ക്കിടയ്ക്ക് നുണ പറയും. അതുകൊണ്ട് ഇവിടെ ബിരിയാണി വെച്ച് അവരെ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം കള്ളം പറഞ്ഞു. എടാ നീയല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞാൽ നീ നല്ല മനുഷ്യനായിട്ട് അഭിനയിക്കുക അവരുടെ മുമ്പിൽ. എടി എത്രയെന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യനായിട്ട് അഭിനയിക്കുന്നത്, ഇടയ്ക്കൊക്കെ നുണ പറഞ്ഞു പോകും.
അത് ശരിയാ. എന്നാ ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. നീ തന്നെ നാത്തൂൻ്റെ അടുക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കുക, അതായിരിക്കും എളുപ്പം. നീ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ എടുക്കുന്ന ഐഡിയ ഇല്ലേ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്താൽ മതി, അപ്പൊ ശരിയാവും. ഓ അങ്ങനെ ഒരു ഐഡിയ ഉണ്ടല്ലേ. പിന്നല്ലാതെ, നീ ഒന്ന് ബൈറ്റ് നോക്കൂ. എന്നാ ഞാൻ നൈസായിട്ടൊന്ന് ബൈറ്റ് നോക്കാം. പാചകം ചെയ്യുമ്പോ എന്തായാലും ഇങ്ങനെ മുടിയിലൊക്കെ ചൊറിയുമ്പോ ഉപ്പ് ഇതിനകത്ത് വീഴും മുടി. അത് നമുക്ക് പറയുന്നത് മനസ്സിലാക്കിയ പോരെ. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞത് എന്റെ മുടി അല്ലട ചെറുക്കാ. നീ കൊറേ നേരം ആയിക്കോട്ടെ എന്റെ മുടിയല്ലെന്ന് പറഞ്ഞോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. ഒറ്റ നടത്തി കണ്ടറിയാതെ എന്റെ അല്ലെന്ന്. അതെങ്ങനെയാ അമ്മ മുടി ഒറ്റ നടത്തി കണ്ടാ മനസ്സിലാവുന്നേ? ബിക്കോസ് എന്റെ മുടിക്ക് നീളമുണ്ട്, ഇത് വേണ്ട, നിന്റെ നീളമുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, മുടി ഇങ്ങനെ വേരോട് പിഴുതു പോയി ഫുൾ ലെങ്തിലല്ല ഉപ്പുമാവിനകത്ത് ചെന്ന് വീഴുന്നേ. അല്ലെങ്കിൽ അമ്മയുടെ എല്ലാ മുടിക്കും ഒരേ നീളമാണോ? അല്ലെങ്കിൽ ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കിയത് അമ്മയല്ലേ, അപ്പൊ അത് അമ്മയുടെ മുടിയല്ലേ? ഇനി ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കിയ ഞാൻ മുടി കെട്ടി വെച്ച് അടങ്ങി ഒതുങ്ങി നിന്നാ ഉണ്ടാക്കുന്നത്. അല്ല നിന്റെ കൂട്ട് മുടി അഴിച്ചിട്ടോണ്ട് തേരാ വരാ അടുക്കള കൂടെ നടന്നല്ല. അമ്മ നിങ്ങളൊന്ന് ചുമ്മാരിമാ. അല്ല പിന്നെ കുറെ നേരമായി എല്ലാം കൂടെ എന്റെ മക്കിട്ട് കയറുന്നു. ഇവനൊരുത്തനാ സമാധാനാടാ. ചേട്ടാ ഇതിപ്പോ ഒത്തുതീർപ്പാക്കാൻ വന്നിട്ട് കുത്തിത്തീർപ്പായാലോ എന്റെ ദൈവമേ. നിന്നോട് പറഞ്ഞ ഒത്തീർക്കാക്കുമ്പം വരെ ഞാൻ നമ്മുടെ വീടിന് നല്ലതിന് വേണ്ടി ഇങ്ങനെയുള്ള ചെറുക്കനെ ഒത്തീർപ്പാക്കാൻ പറഞ്ഞ എന്തിനാ? നമ്മുടെ വീടിന് നല്ലതിന് വേണ്ടിയാ ഞാൻ ഒത്തുതീർപ്പാക്കാൻ വന്നേ. എന്നിട്ട് ആയാ? ഇല്ല. കൂടെ എടാ പോടാ. വല്ലാത്ത ചെയ്ത്തായിപ്പോ കേട്ടോ. എന്തുവാ വിശക്കുന്നടാ. അയ്യോ വിശക്കുന്നെങ്കിലേ അങ്ങോട്ട് പോയി തുള്ളി ചാടിയിട്ട് അവിടെ പോയി നിൽക്കി. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ചേട്ടൻ ഒത്തുതീർപ്പാക്കാൻ. എടാ ഞാൻ അറിഞ്ഞത്, ഞാൻ വിചാരിച്ചു അവര് കുറച്ച് കഴിഞ്ഞ് വഴക്കൊക്കെ മറന്ന് അടുക്കള കയറി എന്തെങ്കിലും ഉണ്ടാക്കുമെന്ന്. എടാ അവിടെ പോയി നോക്കിയപ്പോ ആരെയും കാണാനില്ലടാ. കാണത്തില്ല, ചേട്ടന്റെ കയ്യിലിരിപ്പുണ്ടല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. നീ വാ, നമുക്ക് അടുക്കളയിൽ പോയി എന്തെങ്കിലും ഉണ്ടാക്കാം. വാ. ഉണ്ടാക്കാനോ വേണമെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിക്കാം, എനിക്കൊന്നും വയ്യ. എടാ പുറത്തുനിന്ന് വെച്ചാൽ അവര് ജയിച്ചതുപോലെ ആവൂലേ. നീ വാ. പറ്റത്തില്ല, എന്നെ കൊണ്ട് വരാൻ പറ്റില്ല. വാടാ, നമുക്ക് അകത്ത് പോയി ഉണ്ടാക്കിയിട്ട് ഇതൊന്നും വലിയ കാര്യമല്ലെന്ന് കാണിച്ചു കൊടുക്കാം. എന്നെ കൊണ്ട് വരാൻ പറ്റത്തില്ല ചേട്ടാ. ചേട്ടനത്ത് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു ഇത് എങ്ങനെയും ഒന്ന് ഒതുക്കി തീർക്കാൻ. ഇന്ന് എന്റെ ഫ്രണ്ട്സ് കുറച്ച് പേരോട് വരും. അവളുമാർ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവൾ നാട്ടിൽ മൊത്തം പറഞ്ഞ് നാണക്കേടാക്കിയത്. അവളുമാരാ? ഓ എല്ലാവർക്കും അതങ്ങ് അറിഞ്ഞാൽ മതിയല്ലേ. ഇതിപ്പോ ആണായാലും പെണ്ണായാലും നാണക്കേട് എന്നാന്ന്. എടാ എന്നാ നീ നേരത്തെ പറയണ്ടായിരുന്നു ഇത്. നമുക്ക് വഴക്കൊക്കെ കുറച്ചു നേരത്തേക്ക് മാറ്റി വെക്കായിരുന്നല്ലോ. എടാ ഇത് പുറത്തുനിന്ന് ഒരാൾ വന്ന് കണ്ട നിനക്ക് മാത്രമല്ല എനിക്കും വേണ്ടി നാണക്കേടല്ലേ. നാണക്കേടാ, ഞാൻ അപ്പഴേ പറഞ്ഞല്ലോ ഒത്തുതീർപ്പാക്കാതല്ല. എന്ത് മക്കളെ നമുക്ക് അമ്മയടുത്ത് പറഞ്ഞ് എല്ലാം കോംപ്രമൈസ് ആക്കിയിട്ട് ഫുഡ് ഉണ്ടാക്കി വെക്കാം കേട്ടാ. ചിറ്റപ്പന്റെ ഫ്രണ്ട്സ് വരണുണ്ടെന്ന്. ഓ ഒരു കാരണം കിട്ടാൻ കാത്തിരുന്ന അച്ഛൻ. കോംപ്രമൈസ് ആകണ്ടേ? പിന്നെ ആക്കണം. ഏത് ഫ്രണ്ട്സ് ചിറ്റപ്പ? എന്റെ ഗേൾ ഫ്രണ്ട്സ്. ഇവരെന്താടി കാല് പിടിക്കാൻ വരാതെ? വിശന്നിട്ടാണ് കണ്ണു കാണുന്നില്ല. എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എങ്ങാനും വിശന്ന് ചത്തു കഴിഞ്ഞാൽ അമ്മയൊക്കെ എന്റെ കാര്യത്തിന് കാര്യം. ഞാനോ? അപ്പൊ നിന്റെ അച്ഛനോ? അറിഞ്ഞൂടാ. എനിക്കിപ്പോ ഫുഡ് വേണം. നമുക്കൊരു കാര്യം ചെയ്താലോ, ആരും അറിയാതെ പുറത്തുനിന്ന് ഓർഡർ ചെയ്താലോ? അത് വേണമെങ്കിൽ ചെയ്തോ. അവര് വേറെ 1 മണിക്കൂർ എടുക്കും. അത് ശരിയാ. ആര് വരെ 1 മണിക്കൂർ എടുക്കും? അതിപ്പോ ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താ വേണ്ടേ? നീ ഒന്ന് സമാധാനപ്പെട്. ഇവനെന്താ പറയണ്ടെന്ന്. എടാ പറയടാ. എൻ്റെ ചേട്ടത്തി എൻ്റെ കുറച്ചെന്ന് ഫ്രണ്ട്സ് ഇവിടെ നിന്ന് വരും. നിങ്ങൾ ഷാജഹാനും മുന്താസും എന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ ഒപ്പി വെച്ചിരിക്കുന്നു. അവർ കയറി വരുമ്പോൾ മോന്ത വെറുതെ കെട്ടിക്കൊണ്ട് നിൽക്കരുത്. വേണമെങ്കിൽ ഞാൻ കാല് പിടിക്കാം. ഒന്ന് പറഞ്ഞു പറയും പറ്റി. പല്ലവി അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. അയ്യോ ഞാനൊന്നും ഉണ്ടാക്കുന്നില്ല. ഞാൻ ഉണ്ടാക്കിയാലേ മുടി വീഴും. ഈ വരുന്ന അവന്റെ ഫ്രണ്ട്സേ പെമ്പിള്ളാരാണ്. ഇവിടെ അടിയും വഴക്കുവാണെന്ന് അറിഞ്ഞിരുന്നാൽ പുറത്തിറങ്ങി അവർ പരദൂഷണം പറഞ്ഞാൽ നാശമായി കളയും. എടാ വിളിച്ചോണ്ട് തുടങ്ങിയേ. അതിനിപ്പോ ഞാൻ എന്തോന്ന് പറഞ്ഞു? അച്ഛല്ലേ പറഞ്ഞത് പെൺപിള്ളേർ പരദൂഷണക്കാരികളാണ്. അങ്ങനെ പറഞ്ഞല്ല, ആണുങ്ങളെക്കാളും പരദൂഷണം പറയാനുള്ള വാസന പെണ്ണുങ്ങൾക്കാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? എന്നാ ഞാൻ അറിയുന്ന ഏറ്റവും വലിയ പരദൂഷണക്കാരനെ ഒരാണാ. അതാര്? ദേ നിൽക്കുന്നു ചേട്ടത്തി. 2ാം സ്ഥാനം ഒരാണാ. അതാര്? നിങ്ങളുടെ അച്ഛൻ. വാങ്ങി കേട്ടാ. അല്ലെങ്കിൽ കയ്യൂക്ക് കാണിക്കാനേ നിങ്ങൾക്കൊക്കെ അറിയുള്ളൂ. അല്ലാതെ സംസാരിച്ച് നിൽക്കണമെങ്കിലേ തലയ്ക്കകത്ത് ആൾതാമസം വേണം. അയ്യോ നിങ്ങളൊക്കെ വലിയ ബുദ്ധിയുള്ള ആൾക്കാർ. റേഡിയോ ഉണ്ട് ഇവിടെ. ചാരടി ആരാ? ആര് പറഞ്ഞു അങ്ങോട്ട്? തട്ടിന്റെ പണിക്ക് വന്ന് ഷിബു. എന്റെ ചേട്ടാ ഞാൻ ഇത് പരിഹരിക്കാനല്ലേ ഇവിടെ വന്നേ. ഇവക്ക് ഭയങ്കര അഹങ്കാരം. അതൊന്നും നടക്കില്ല. ഞങ്ങൾ പെണ്ണുങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അഹങ്കാരം. നിങ്ങൾ അത്ര വലിയ മിടുക്കന്മാരാണെങ്കിൽ എന്തിനാ വിശന്നപ്പോ ഇതിലേക്ക് ഇറങ്ങി വന്നേ? ഇവൻ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നേ. അല്ല നിങ്ങളുടെ മുമ്പിൽ അടിയറ പറഞ്ഞ് കാല് പിടിക്കേണ്ട ഗതികേടൊന്നും ഉത്തമൻ വന്നിട്ടില്ല. ഇല്ലെങ്കിൽ ചെല്ല് ചെല്ല്. ഇതൊരു വല്ലാത്ത ചെയ്ത്ത. ആലോചിച്ച് നോക്കണം. നീ എന്തിനാ മിക്സി എടുത്ത് എവിടെ മാറ്റി വെച്ചു കേട്ടാ. അരയ്ക്കാതിരിക്കാൻ വേണ്ടിട്ടേ.
നമുക്ക് ഇതിലിട്ട് അരയ്ക്കാം അല്ലേ? എന്നാ അതിട്ട് ആരാ ആരാ ഇതിലിട്ട് ഇടിച്ചെടുക്കാം. അങ്ങനെ വിട്ടാ പറ്റുമോ? ഇടിച്ചെടുത്തോ അമ്മൂമ്മ ഇടിക്കുന്ന സാധനമാണ്. ഇവിടെ ഇത് സോപ്പിട്ട് കഴിവുണ്ടല്ലേ? സോപ്പിട്ട് കഴിവുണ്ടല്ലേടാ? വേണ്ട വേണ്ട. നീ എന്തോന്ന് കാണിക്കണേ? നീ എന്തോ തപ്പട എന്തോന്ന്? ഗരം മസാല. ചമ്മന്തിക്ക് ഗരം മസാല എന്തിനാ? എന്റെ ചേട്ടാ ഞാൻ ആകെ പ്രാന്ത് പിടിച്ചിരിക്കുക. എനിക്കറിയത്തില്ല എന്തിനാ ഗരം മസാല ചേർക്കുന്നതെന്ന്. ഡേയ് നീ സമാധാനപ്പെടറാ. പെമ്പിള്ളാർ വരുമ്പോഴത്തേക്ക് നമുക്ക് വാതിൽ തുറക്കാതിരുന്നാ പോരാ. അവർ കുറെ നേരം മുട്ടിയിട്ട് അങ്ങ് പൊക്കോളും. പിന്നല്ലാതെ അച്ഛാ വേഗം എന്തെങ്കിലും ഉണ്ടാക്കി എന്റെ വയറ് കത്തി ചാമ്പല പറയി. എടാ നിനക്ക് മാത്രമല്ല വിശപ്പ്, എനിക്കുണ്ട് വിശപ്പ്. അതാ എനിക്ക് ടെൻഷൻ. ഇതൊന്നറിയാം ഇവിടെ ചത്തോന്നറിയാൻ വേണ്ടിട്ട് വന്നതായിരിക്കും. ഇത് അടുക്കളയല്ലേ, പാകിസ്ഥാനൊന്നും അല്ലല്ലോ. നിങ്ങൾ എന്തോ ഉണ്ടാക്കാൻ പോണു? ചോറ്, ചമ്മന്തി, ഓംപ്ലേറ്റ്. അയ്യേ നാണക്കേട്. എടാ ഇത്രയും വെല്ലുവിളി കുത്തുവാക്കൊക്കെ കേട്ടിട്ട് ചോറും ചമ്മന്തി ഉണ്ടാക്കാൻ പോണു. ഛേ, പിന്നെ എന്തോന്നുണ്ടാക്കും? എടാ കുറഞ്ഞ പക്ഷം നമ്മളൊരു ബിരിയാണി എങ്കിലും ഉണ്ടാക്കണം കേട്ടോ. ബിരിയാണി ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തൊന്നുമില്ല. അതെന്താ? അവളുമാരെങ്ങനെ വാതിൽ ചവിട്ടി പൊളിച്ച് കയറി വന്നാൽ ഞാൻ നുണ പറയാന്ന് വിചാരിച്ചില്ല. അവളുമാരെങ്ങനെ വാതിൽ ചവിട്ടി പൊളിച്ച് വന്നു കഴിഞ്ഞാലേ ഞാൻ നുണ പറയാന്ന് വിചാരിക്കത്തില്ലെന്ന്. ഏത് അവളുമാര്? അതൊന്നും അച്ഛന് പറഞ്ഞ മനസ്സിലാകത്തില്ല. എന്തായാലും ബിരിയാണി ഉണ്ടാക്കാൻ നടക്കത്തില്ല. വേറെ എന്തെങ്കിലും പറ. എന്നാ കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കാം. അതിന് കൊഞ്ചവിടെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ചമ്മന്തിയാണ് നല്ലത് എന്നാണ് എൻ്റെ എല്ലാവരും ആരോഗ്യത്തിന് അതാണ് നല്ലതെന്നാണ് എൻ്റെ മനസ്സ് പറയണത്. നീ ഉണ്ടാക്കുന്ന ചമ്മന്തി അല്ലേ? എടാ കൊഞ്ച് റോസ്റ്റ് മതി. അവസാനം കൊച്ചിനിടയ്ക്ക് ഇങ്ങനെ ചുരുട്ടി കിടക്കരുത്. എടാ പോടാ അവിടുന്ന്. എടാ ഉത്തമ നീ ആ സവാള എടുത്തരിഞ്ഞ് മക്കളെ ആ ഫ്രിഡ്ജിൽ നിന്ന് കൊഞ്ചിഞ്ഞ് എടുത്തുണ്ടോ? ആ നീ എന്തുവാടാ ഈ തപ്പുന്നേ? ഉണക്കക്കപ്പ. ഉണക്കക്കപ്പ. എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. ആ ഇടിച്ചതൊക്കെ അവൻ്റെ വായിക്കാത്തോട്ട് വെച്ചുകൂടാ, അവൻ്റെ വിശപ്പ് മാർക്ക്. അമ്മ ഇപ്പൊ എന്താ എറിഞ്ഞേ? ഒന്നുമില്ല. കൈ കാണിച്ചേ. കൈ കാണിക്കാൻ പറ്റില്ല. അമ്മ ഭക്ഷണം കഴിച്ചോ? എവിടുന്ന് കഴിക്കാൻ? എന്നാ കൈ കാണിച്ചേ. കൈ കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഓ അപ്പൊ ഞങ്ങൾക്ക് ആർക്കും തരാതെ അമ്മ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിച്ചല്ലേ? ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. നല്ല സ്വഭാവം കേട്ടോ. നാത്തൂനെ അയ്യോ നമ്മുടെ ഭക്ഷണം ഇപ്പൊ ഒരു 20 മിനിറ്റും കൂടെ, അത് കഴിയുമ്പോ എന്റെ ജീവൻ പോകും. ആ അത് ശരി. അപ്പൊ ഞാൻ അറിയാതെ ഫുഡ് ഓർഡർ ചെയ്തിട്ടാണല്ലേ ഈ ഡയലോഗ് വിട്ടത്? ഞങ്ങൾ അമ്മയ്ക്കും കൂടെ വേണ്ടിട്ടല്ലേ ഫുഡ് ഓർഡർ ചെയ്തേ? ആ അതെനിക്കറിയാം. അതുകൊണ്ടല്ല ഞാനൊന്നും കഴിക്കാതെ വിശന്നിരുന്നത്. എന്നാ കൈ കാണിച്ചേ. കൈ കാണിക്കാൻ പറ്റില്ല. നിങ്ങൾ ഇവിടെ തമ്മിൽ തല്ലിക്കൊണ്ടിരുന്നോ? അവിടെ അച്ഛനും ചേട്ടനും ഒക്കെ കൂടെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. വാ നമുക്ക് പോയി നോക്കാം. അത് ശരിയാ, നമുക്കൊന്ന് പോയി നോക്കാം. ആ ബാ. നിങ്ങൾ നടന്നോ, ഞാൻ വന്നേക്കാം. എന്നാലും കൈ കാണിക്കരുത്. ഇല്ല കൈ കാണിക്കാൻ പറ്റില്ല. അടക്കടി. ആ നടക്കുക. എന്തൊരു ഏരിയ ഇത്? ഇത് കുറവാണോ മോനെ? എന്തോന്ന് കറിയാ പൂപ്പ ഇത്? അത് മുഴുവൻ കഴിക്കല്ലോ. വിശപ്പൊന്നും ആരായാലും കഴിക്കും. അച്ഛാ സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു. ഇതെന്തോന്ന് ഇത്? ഇത് ചോറും കൊഞ്ച് വിത്ത് കടലക്കറിയും. അതല്ല ഈ കിടക്കുന്നത് എന്താന്ന്? ഷവർ കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇതൊക്കെ ആരാടാ ഇനി വൃത്തിയാക്കുന്നത്? നിങ്ങൾ വൃത്തിയാക്കും. അതിനിച്ചിരി പുളിക്കും. ഇതിങ്ങനെ ആക്കിയിട്ടവർ തന്നെ അങ്ങ് വൃത്തിയാക്കിയാ മതി. രാവിലെ എങ്ങനെ കിടന്ന് അടുക്കള എന്നറിയോ? സുന്ദര വൃത്തിയാക്കടാ. പിന്നെ അമ്മ ചൂരെടുത്ത് കൊടുക്കമേ. ഞാനേ ആദ്യം തറയല്ല മോളിന്ന് മോളിന്ന് സ്റ്റൗവിന്റെ അവിടെ തൊട്ട് തുടങ്ങാം. സ്റ്റൗ തുണി തരാം. അമ്മേ അമ്മേ ദേ കാർന്നൂര്. നിങ്ങൾ ഇവിടെ കൂടിയാ മതി. നിങ്ങൾ ഉപദേശം കൊടുക്കണ്ട. ആ പാത്രം മുഴുവൻ എടുത്ത് കഴിക്കാം. ഞാനോ? ആ അച്ഛനല്ലേ ഉണ്ടാക്കിയേ? എവിടെ പോവാ അവിടെ പോയി പാത്രം ചെയ്യണമല്ലേ? നീ എന്താ നിന്ന് കളിക്കുന്നേ? നീ ആ കൊച്ചിനെ പോലും വിളിക്കാതെ വന്നിരുന്ന് കഴിച്ചാലടാ. കുനിഞ്ഞു തൂക്ക്. എടുത്ത് അടച്ചു വെച്ചേ. അടക്കി എല്ലാം അടച്ചു എടുത്ത് മാറ്റി വെക്കാം. ക്ലീൻ ചെയ്യാം പെട്ടെന്ന്. അവിടെ ക്ലീൻ ചെയ്തോ. അച്ഛാ അച്ഛാ ദേ ഇവിടെ. നീ ഇത് കഴിയോ? നീ ആദ്യം അത് കഴിയും. തുണിയന്തിയെ താഴെ തുടയടം മുഴുവൻ തുടയടം. ഇപ്പൊ മനസ്സിലായല്ലോ
ഞങ്ങൾ ഇവിടെ കിടന്ന് ചെയ്യുന്ന അത്ര എളുപ്പപ്പണിയല്ലെന്ന്. ഈടെ ആരോ ചോദിച്ചു ഭാര്യ എന്ത് ചെയ്യാന്ന് ചോദിച്ചു, പറഞ്ഞേ അവൾക്ക് പണിയൊന്നുമല്ല, വീട്ടിൽ വെറുതെ ഇരിക്കാന്ന്. ഇപ്പൊ മനസ്സിലായോ ഭാര്യയ്ക്ക് ഇവിടെ പണിയുണ്ടെന്ന്?